ഉദാഹരണത്തിന് ഒരുപാട് കാലത്തിന് ശേഷം കാണുന്ന ഒരു ബന്ധുവിനോട് എന്തു പറയും? നിങ്ങൾ എവിടെയാണ് ഇത്രയും കാലം ചെറിയമ്മേ അല്ലെങ്കിൽ വല്യമ്മേ? അങ്ങനെയല്ല, ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു ചെറിയമ്മേ. കറക്റ്റ്, ഇതാണ് എനിക്ക് വേണ്ടത്. എന്താണെന്നറിയോ, എന്റെ ഭാഷയ്ക്ക് ഇങ്ങനെ വളവും തിരിവൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് കുത്തനെ നിർത്തി തരണം. നേരെ നിർത്തിത്തരാം, ധൈര്യമായിരിക്കൂ. അബ്ദു, ഇതുമ്പളെ പുതിയ മലയാള മാഷാട്ടോ. അങ്ങനെയല്ല, ഇത് നമ്മുടെ പുതിയ മലയാളം അധ്യാപകനാണ്. അതാണ്, അധ്യാപകനാണ്. ഇതെന്ത് കോമഡി? ചേച്ചിക്ക് മലയാളം അറിഞ്ഞൂടെ? മലയാളം അറിയാം, പക്ഷേ ചില അക്ഷരങ്ങൾ പൂർണ്ണമല്ല. ഉദാഹരണത്തിന് ഇടിയുടെ ശബ്ദത്തിന് എന്ത് പറയും? അതല്ല, ഇടിമിന്നൽ. മയക്കം അല്ല, മുഴക്കം. ഇത് പഠിക്കാനാണോ കാശ് കൊടുത്ത് മാഷിനെ വെച്ചേക്കണേ? ഇത് എന്നോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ പഠിപ്പിച്ചു തരുമായിരുന്നല്ലോ. സുഹൃത്തെ, താങ്കൾ താങ്കളുടെ ജോലിയിൽ വ്യാപൃതനാകൂ. വ്യാപൃതനാവണോ, നിമജ്ഞനാവണോ, അതോ ആകുലനാവണോ? ഓ, പണ്ഡിതനാണല്ലേ? ഞാനല്ല. പണ്ട് ഞാനൊരു പണ്ഡിതന്റെ വീട്ടിലാണ് ജോലിക്ക് നിന്നത്. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ. തൊടുവിരലിൻ തുമ്പാൽ നിൻ തിരുനെറ്റിയിലെന്നെ നീ സിന്ദൂര രേണുവായി അണിഞ്ഞിരുന്നു. എന്താ അർത്ഥം? എന്താ അർത്ഥം? ചേച്ചി, ഇതിന്റെ അർത്ഥം പറഞ്ഞു തന്നിട്ട് മാഷിന് കാശ് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പോയി പാല് വാങ്ങിച്ചിട്ട് വരാം. അല്ല, അർത്ഥമുണ്ട്. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. മതി. അപ്പോൾ കൂടെ നമ്മൾ ഫേർണിച്ചേഴ്സ് എന്ന് പറയില്ല, ജസ്റ്റ് ഫേർണിച്ചർ, സിംഗുലറാണ്. ആരാ? ഞാൻ അപ്പുറത്തെ വീട്ടിലെ താര ചേച്ചി പറഞ്ഞിട്ട്. രവിയേട്ടാ, ഇത് നമ്മുടെ പാർട്ട് ടൈം ജോബിന് വന്ന. എന്താ പേര്? ജോളി. അല്ലോ, എൻ്റെ ടിക്ടോക്ക് ദേവത ജോളി ദ ഡേഞ്ചറസ്. ഇവള് ജോലിക്കാരിയായിരുന്നു. നല്ല ഞരമ്പ് ലുക്ക്. ജോളി. ജോളിയോ? നിനക്കെത്ര വയസ്സായി? 24. എത്ര വയസ്സായാലും ചേച്ചി, കൂടുതൽ സ്വാതന്ത്ര്യഫിക്കേഷൻ ഒന്നും വേണ്ട. ഓ, ആദ്യമേ തന്നെ ആ ഏരിയക്ക് അങ്ങ് കട്ട് ചെയ്യുക അല്ലേ? നമ്മൾ രണ്ടുപേരുടെയും ജോലി പോവാതിരിക്കാൻ അതല്ലേ അബ്ദു നല്ലത്? ജോളി, ജോളി ചേച്ചി, ഈ ലോകത്ത് ഏറ്റവും എളുപ്പമുള്ള ജോലി എന്താണെന്നറിയോ? നീ ചെയ്യുന്ന ജോലി അല്ല, പിന്നെ നമ്മുടെ സാറ് ചെയ്യുന്ന പരിപാടി. നമ്മുടെ സാറോ? ഞാൻ എത്ര വർഷമായിട്ട് കാണുമോ, ഒരു മഞ്ഞ കസേരയും വാങ്ങിച്ചിട്ട് പവറില്ലാത്തൊരു കള്ള കണ്ണടയും വെച്ച് ഫുൾ അപരാധം കേൾക്കാൻ ഇരുന്ന് കൊടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫുൾ കഥ കേൾക്കുന്നിടം വരെ നമ്മൾ ഉറങ്ങാതിരിക്കണം. അവസാനം എന്നിട്ട് ഒരു ഡയലോഗും പറയും, ഇത് നമ്മൾ ഒരുമിച്ച് ഡീല് ചെയ്യുന്നു, ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ട്. ഞാനും വാങ്ങിക്കും ഒരു മഞ്ഞ കസേരയും ഒരു കണ്ണാടി. എന്നിട്ട് ഞാനും തുടങ്ങാൻ പോവാ സൈക്കാട്രിക്. വളരെ നന്നായിരിക്കും. എൻ്റെ അബ്ദു, നമ്മൾ പറയുന്ന കേൾക്കാൻ ആളില്ലെങ്കിൽ കാശ് കൊടുത്ത് ആളിനെ വെക്കേണ്ടി വരും. നിന്റെ കല്യാണം കഴിയുമ്പം നിനക്കത് മനസ്സിലാവും. തന്നെ തന്നെ. ഞാൻ ഇനി ഒരു സത്യം പറയട്ടാ, ഞാൻ ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. ജോളി ദ ഡേഞ്ചറസിൻ്റെ എൻ്റെ ഐഡിയ കണ്ടിട്ടുണ്ടാ? എല്ലാ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യും, കമൻറ്റും ചെയ്യും. ഹാൻസം മല്ലു. ആ തെണ്ടി നീയായിരുന്നോ? സോറി. ഒരു ഹാൻസം മല്ലു. പപ്പ, can I tell you something? എന്തോ ഒരു ബോംബാണല്ലോ, പറ. നമ്മുടെ ജോളി ചേച്ചിയില്ലേ, ഷീസ് എ ഗുഡ് ഡാൻസർ. ടിക്ടോക്കിലൊക്കെ വലിയ സെൻസേഷനാ. ഏത് ജോളി ചേച്ചി? സാറേ, നമ്മുടെ പാർട്ട് ടൈം ഗംഭീര സംഭവം ആണോ? അതെ സാറേ. എന്നാ വിളിക്ക്, നമുക്കിത് കാണണമല്ലോ. നോക്കട്ടെ ഒരു ടിക്ടോക്ക് ഡാൻസ്. അലക്സ, പ്ലേ ധക് ധക്. ഏത് അലക്സ്? നമ്മുടെ വീട്ടിൽ അലക്സ ഉണ്ടോ? പിന്നെ ആണോ?